ഹലോ ഗായ്സ്, പെട്ടെന്നൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ. അതിനായി അടികട്ടിയുള്ള പാത്രം എടുത്ത് ഓയിൽ ഒഴിച്ച് തേങ്ങ കൊത്ത് വഴറ്റിയെടുക്കുക. തേങ്ങ ചുവന്ന നിറമാകുന്ന വരെയാണ് വഴറ്റേണ്ടത്. അതിനുശേഷം 5-6 ചെറിയ ഉള്ളി അഥവാ കൊച്ചുള്ളി എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി ചേർത്ത് അത് നന്നായി വഴന്നു വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്തിളക്കുക. ഉണങ്ങിയ കറിവേപ്പിലയാണ് ഞങ്ങൾ എടുത്തതെങ്കിലും പച്ചയാണ് കൂടുതൽ നല്ലത്. ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിളക്കി ചെറുതായി ഒന്ന് മണം മാറുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് 4 ചേർത്ത് കൊടുക്കുക. അടുത്തതായി ചെറുതായി അരിഞ്ഞു വെച്ച 3 വലിയ സവോളകൾ ചേർത്ത് വഴറ്റിയെടുക്കുക. 3 വലിയ സവോളയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് സവോളയുടെ അളവിൽ മാറ്റം വരുത്താം. സവോള നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നീട് ഗരം മസാല പൊടി എന്നിവയാണ് ഈ വഴറ്റാൻ വേണ്ടി ചേർക്കേണ്ടത്. ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം മണം മാറി വരുന്നതുവരെ ചെറു ചൂടിൽ, അതായത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇളക്കാവുന്നതാണ്. നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ, ഞങ്ങൾ 3/4 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കി കൊടുത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ധാരാളം വെള്ളമുള്ളത് കൊണ്ട് തന്നെ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വന്നോളും. വീണ്ടും അടച്ചു വെച്ച് 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. അവസാനമായി വെളിച്ചെണ്ണയും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.